ഭാരതത്തിൽ ബ്രിട്ടീഷ് ഭരണത്തോടുകൂടി ഭാരതീയ കലകൾ ക്ഷയിച്ചു തുടങ്ങുകയും പാശ്ചാത്യ വിദ്യാഭ്യാസം, പാശ്ചാത്യ കലകൾ എന്നിവയുടെ പ്രചാരണത്തിന് പ്രാധാന്യം ലഭിച്ചു തുടങ്ങുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഭാരതീയ കലകളുടെ നവോത്ഥാനത്തിന് മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ നേതൃത്വത്തിൽ ഒരു കലാസ്ഥാപനം ആരംഭിക്കുന്നതിന് തുടക്കമിട്ടത്. കേരളീയ തനത് കലകളുടെ സംരക്ഷണത്തിനും പഠനത്തിനും വേണ്ടി മഹാകവി വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്ന് സ്ഥാപിച്ചതാണ് കേരള കലാമണ്ഡലം. 1930 നവംബർ 9 കേരള കലാമണ്ഡലം പ്രവർത്തനം ആരംഭിച്ചത്. ഗുരുകുല സമ്പ്രദായത്തിലാണ് ഇവിടെ അധ്യയനം നടക്കുന്നത്. പ്രിയരെ, 5ാം ക്ലാസ്സിലെ ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് വിവിധ കലാപഠനങ്ങൾ പരിചയപ്പെടുന്നതിനും വിവിധ കലാരൂപങ്ങളുടെ ദൃശ്യാനുഭവം നേരിൽ കണ്ട് ആസ്വദിക്കുന്നതിനുമായി ഭാരതീയ നൃത്തകലകളുടെ കലാലയത്തിലേക്കായി ഇന്ന് ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. ആ നവ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിലെ ഭാരതപ്പുഴയുടെ തീരത്താണ് ഈ കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഒരു കൂത്തമ്പലം കലാമണ്ഡലത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഈ നാട്യഗൃഹം പ്രാചീന നാട്യശാലയുടെ മാതൃകയിൽ നാട്യശാസ്ത്രം, വിഷ്ണു ധർമ്മോത്ര പുരാണം, ശില്പരത്നം, തന്ത്രസമുച്ചയം തുടങ്ങിയ ഗ്രന്ഥങ്ങളെ ആധാരമാക്കിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള 108 കരണങ്ങൾ കരിങ്കൽ തൂണുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. നിരവധി ധാരശില്പങ്ങളും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. 1975 നവംബർ 1 അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ് കൂത്തമ്പലത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്.
നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് അല്ലേ. ഒരു 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു മഹാകവി കുഞ്ചൻ നമ്പ്യാർ ഈ തുള്ളൽ എന്നുള്ള കലാപ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. കുഞ്ചൻ നമ്പ്യാർക്ക് മുമ്പ് ഈ തുള്ളലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ തുമ്പി തുള്ളൽ എന്ന് കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടില്ലേ? തുമ്പി തുള്ളുക, വെളിച്ചപ്പാട് തുള്ളല് കേട്ടിട്ടില്ലേ? കളിച്ച് കാണണം, ചൊല്ലിപ്പാടി കേൾക്കണം. അപ്പോൾ തുള്ളലില് തുള്ളി കളിച്ച് കാണാനുള്ളതുകൊണ്ട് ചൊല്ലിപ്പാടിയിട്ട് കേൾക്കാനുള്ളതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ തുള്ളലിനെ നമുക്ക് എന്ത് പറയാം, ഒരു ദൃശ്യ ശ്രാവ്യ കലാരൂപമാണ് എന്ന് പറയാം. തുള്ളൽ എന്നുള്ള കലാരൂപത്തിന്റെ 3 വിഭാഗങ്ങളാണ് ഓട്ടൻതുള്ളലും ശീതങ്കത്തുള്ളലും പറയുന്നുള്ളലും. കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞിട്ട് മഹാഭാരത ഭാഗത്തിൽ നിന്ന് എടുത്തൊരു കഥയാണ്. അത് അവതരിപ്പിച്ചത് ശീതങ്കൻ തുള്ളൽ രൂപത്തിലായിരുന്നു എന്നുള്ളതാണ്. ആ ശീതങ്കൻ തുള്ളലിന്റെ വേഷമാണ് നിങ്ങളിവിടെ കാണുന്നത്. കണ്ടുവോ? എന്താ പ്രത്യേകത? ഇതിൽ പരിചയം എന്തെങ്കിലും കാണുന്നുണ്ടോ? കുരുത്തോലയാണ് അല്ലേ, കുരുത്തോലയാണ് അല്ലേ. കുരുത്തോലയുടെ പ്രത്യേകത എന്താ? നമ്മളിപ്പോ എന്തെങ്കിലും പരിപാടി ഉള്ള ഒരു കലാരൂപമാണ് സത്യം പറഞ്ഞാൽ പറയുന്നത്. അവതരണം അതേപോലെ തന്നെയാണ്, വളരെ പതിഞ്ഞ മട്ടിലാണ് അതിൻ്റെ അവതരണം. ഇതാണ് പറയുന്നുള്ളതിൻ്റെ വേഷം. ഇപ്പോൾ ശീതങ്കത്തുള്ളതിൻ്റെ വേഷത്തിൻ്റെ അതേപോലെ തന്നെയാണോ പറയുന്നുള്ളലും? അല്ല. തലയിൽ രണ്ട് കിരീടമുണ്ട് അല്ലേ. ഇവിടെ ഒരു പാമ്പിൻ്റെ ഒരു തല പോലെ ഉണ്ട് അല്ലേ. കിരീടത്തിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയാണ്? ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പാണ്. അരങ്ങതാളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അരങ്ങതാളം എന്ന് പറയുന്ന ആ വേഷം ഗണപതിയെയും ഗുരുവിനെയും വന്ദിച്ചുകൊണ്ടുള്ള ശ്ലോകമാണ് നമ്മൾ എന്തിലേക്ക് പ്രവേശിക്കുക? കഥയിലേക്ക് പ്രവേശിക്കുക. കഥയുടെ അവസാനം മംഗളം പാടിയിട്ടാണ് ഈ അവതരണം അവസാനിക്കുക. അങ്ങനെയാണ് തുള്ളലിൻ്റെ അവതരണം. അതിന് ഉപയോഗിക്കുന്ന പക്കവാദ്യങ്ങൾ, അകമ്പടി വാദ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഇത് അവിടെ ഒരു എന്താണ് വാദ്യവിശേഷമാണ്. മൃദംഗമാണ് തുള്ളലിന് അകമ്പടിയായിട്ട് വായിക്കുന്ന പ്രധാന വാദ്യം. ആദ്യകാലത്ത് കുറേ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെ, കഴിഞ്ഞ നൂറ്റാണ്ട് തുടക്കത്തിലൊക്കെ തൊപ്പി മദ്ദളം എന്ന് പറഞ്ഞിട്ടുള്ള വാദ്യമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് അത് മൃദംഗം. മൃദംഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശ്രുതി ചേർത്ത് വായിക്കാം എന്നുള്ളതാണ് മൃദംഗത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ മൃദംഗമാണ് തുള്ളലിൻ്റെ അടിസ്ഥാന വാദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഒപ്പം തന്നെ ഇടയ്ക്കയും അകമ്പടി വാദ്യമായിട്ട് ഉപയോഗിക്കുന്നു. താളം പിടിക്കാനായിട്ട് താളക്കൂട്ട്, അല്ലെങ്കിൽ നമ്മൾ ജാലറ, ചെറിയ താളക്കൂട്ടില്ലേ, താളം അങ്ങനെ പിടിക്കുന്നത്, അത് ഉപയോഗിക്കുന്നു. ശ്രുതി ചേർത്ത് പാടുവാനായിട്ട് ശ്രുതി ബോക്സ് അല്ലെങ്കിൽ ഹാർമോണിയം ഒക്കെ ഉപയോഗിക്കും. ഇതാണ് തുള്ളലിൻ്റെ അവതരണത്തിന് ഉള്ള അകമ്പടി വാദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെന്നാ നോക്കാം. സ്ഥാനത്തു വന്നു സംഗതി സ്ഥാനത്തു വന്നു ശയിപ്പാൻ തോന്നുവാൻ
പതിഞ്ഞ മട്ടിലാണ് അതിൻ്റെ അവതരണം. ശ്രദ്ധിക്കുക കേട്ടോ. കുലം തന്നിൽ പിറന്നുള്ളൊരടിയൻ വാക്കീനീശ്വരീകേണം. കുംഭീന്ദ്രൻ പോലെ വസ്ത്രം കുടവയറുമിയെന്നൊരു ചാരുസ്വരൂപം മുൻപിൽ ശ്രീ പാർവതിക്കും ശിവനും ഇഹ പിറന്നൊരു ഓമലും നീ ഗണേശ. വൻപിച്ചുള്ളോരു വിഘ്നം വിരവിനുടകിലം തീർത്തു രക്ഷിച്ചുകൊള്ളുവാതം പുരാഗി തവ പദകമലം വസന്തതോ തൊഴും അരുണനൂട്ടേ മനസ്സില്ലതില്ലുമേ വീക്ഷണം ചെയ്യുവാൻ മനസ്സില്ലതില്ലുമേ ചടുലമിഴി പടലി കണ്ട വിടുപണികൾ ചെയ്യുമാ ചടുലമിഴി പടലികട വിടുപണികൾ ചെയ്യുമാ ചടുലമിഴി പടലി കണ്ട വിടുപണികൾ ചെയ്യുമാ ചടുലമിഴി പടലികട വിടുപണികൾ ചെയ്യുമാ ചടുലമിഴി പടലി കണ്ട വിടുപണികൾ ചെയ്യുമാ ചടുലമിഴി പടലികട വിടുപണികൾ ചെയ്യുമാ ചങ്ങാതിയെ ചെന്നു കാണാൻ ചിദംബരേ ചങ്ങാതിയെ ചെന്നു കാണാൻ ചിദംബരേ ചങ്ങാതിയെ ചെന്നു കാണാൻ ചിദംബരേ ചങ്ങാതിയെ ചെന്നു കാണാൻ ചിദംബരേ രഘുദ്രപതി കുലതിലകൻ അലകുഭുജ വിക്രമൻ രാമഭദ്ര സ്വാമി ദേവനന്ദി എന്നെ സേവിക്ക ഇല്ല ഞാനൻ കൂട്ടം കവിജവലന്മാർ കള്ളു പറഞ്ഞാൽ അത് കൊള്ളുന്നു ആടി കൊള്ളുമെടാ മതി മതിയിലെ മോഹ അടികൊള്ളുമെടാ മടിമതിയിലെ മോഹം മതിയിലെ മോഹ അടികൊള്ളുമെടാ മടിമതിയിലെ മോഹം നിന്റെ നള്ളലുമുടെ അടികൊള്ളുമെടാ മടിമതിയിലെ മോഹം തള്ളലുടനെ തീരുമശേഷി ഈ കൊള്ളി വലിച്ചു തലക്കിട്ടുടനടി കൊള്ളി വലിച്ചു തലക്കിട്ടുടൻ ഈ കൊള്ളി വലിച്ചുടനടി കൊള്ളി വലിച്ചു തലക്കിട്ടുടൻ അടി കൊള്ളിക്കും ഞാൻ പാലു പിടിച്ച് കൊള്ളി വലിച്ചു തലക്കിട്ടുടനടി കൊള്ളിക്കും ഞാൻ വാലു പിടിച്ച് തുള്ളിക്കുന്നുണ്ടത്രയുമല്ലിനി തുള്ളിക്കുന്നുണ്ടത്രയുമല്ലി കൊല്ലികൾ കൊണ്ടുവരിഞ്ഞു കിണറ്റിൽ മല്ലികൾ കൊണ്ടുവലിഞ്ഞു കിണറ്റിൽ കൊള്ളി മറിച്ചു ഈ തടിച്ച കുരങ്ങിനെ മല്ലികൾ കൊണ്ടുവലിഞ്ഞു കിണറ്റിൽ തള്ളി മറിച്ച തടിച്ച കുരങ്ങി ഇങ്ങനെ തള്ളി മറിച്ചത് ആ തടിച്ച കുരങ്ങിനെ തള്ളി മറിച്ച തടിച്ച കുരങ്ങൻ എല്ലിനു തുല്യം പൊടിയാകാതെ എല്ലിനു തുല്യം പൊടിയാകാതെ എന്നുള്ളിൽ കോപം തീരുകയില്ല എല്ലിനു തുല്യം പൊടിയാകാതെ ഉള്ളിൽ കോപം തീരുകയില്ല തന്നെ താനറിയാതെ ദുഷിക്കും തന്നെ താനറിയാതെ ദുഷിക്കും പിന്നെ താമസിയാൻ വന്നു വണങ്ങൂ ചക്രാദികളും വന്നു വണങ്ങും ചക്രായുധനെ കൊണ്ടു ദുഷിക്കും ചക്രാദികളും വന്നു വണങ്ങും ചക്രായുധനെ കൊണ്ടു ദുഷിക്കും എടവക്രാത്മാവേ നിന്നോടു കിഞ്ചന വക്രാത്മാവേ എടവക്രാത്മാവേ നിന്നോടു കിഞ്ചന വക്രാത്മാവേ നിന്നോടു കിഞ്ചന കാണിച്ചു
നടി കൊള്ളി വലിച്ചു തലക്കിട്ടുടൻ ഈ കൊള്ളി വലിച്ചു തലക്കിട്ടുടനടി കൊള്ളി വലിച്ചു തലക്കിട്ടുടൻ അടി കൊള്ളിക്കും ഞാൻ വാലു പിടിച്ച് കൊള്ളി വലിച്ചു തലക്കിട്ടുടനടി കൊള്ളിക്കും ഞാൻ വാലു പിടിച്ച് തുള്ളിക്കുന്നുണ്ടത്രയുമല്ലിനി തുള്ളിക്കുന്നുണ്ടത്രയുമല്ലി വല്ലികൾ കൊണ്ടുവരിഞ്ഞു കിണറ്റിൽ വള്ളികൾ കൊണ്ടുവലിഞ്ഞു കിണറ്റിൽ വള്ളി മറിച്ചു ഈ തടിച്ച കുരങ്ങിനെ വള്ളികൾ കൊണ്ടുവലിഞ്ഞു കിണറ്റിൽ തള്ളി മറിച്ച തടിച്ച കുരങ്ങി ഇങ്ങനെ തള്ളി മറിച്ചത് ആ തടിച്ച കുരങ്ങിനെ തള്ളി മറിച്ച തടിച്ച കുരങ്ങിന് എള്ളിനു തുല്യം പൊടിയാക്കാതെ എല്ലിനു തുല്യം പൊടിയാക്കാതെ എന്റെ ഉള്ളിൽ കോപം തീരുകയില്ല എല്ലിനു തുല്യം പൊടിയാക്കാതെ ഉള്ളിൽ കോപം കൊച്ചു ഭാഗം കണ്ടിട്ടുണ്ട് എന്ന് ഉള്ളൂ നമ്മളെല്ലാവരും. ഇത്ര മനോഹരമായി ഇത് ഒരു വേദിയിലിരുന്ന് കണ്ട് ആസ്വദിക്കാനും സാറ് നമുക്ക് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു തന്നപ്പം അതിലേറെ മനസ്സിലായത് ഞങ്ങൾക്കാണ്. കാരണം നമുക്കും ഇതിനെക്കുറിച്ചൊന്നും വലിയ ഞാൻ ശിവദ. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കലാമണ്ഡലം വന്ന് കാണണം, അവിടെ ഇങ്ങനെ തുള്ളൽ കാണണം. നല്ലൊരാഗ്രഹമുണ്ട്. നല്ലപോലെ ചെയ്തിട്ട് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാനും ഡാൻസ് പഠിക്കുന്നുണ്ട്. ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെയാണ് ഡാൻസ് പഠിക്കുന്നത്. ഒരുപാട് ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു തുള്ളൽ കാണാൻ. അത് സാധിച്ചു. ഞങ്ങൾ വായുവില്ലാത്ത ലോകത്തിൽ ഇത് പഠിച്ചിരുന്നു. തുള്ളലിനെ പറ്റിയ ശ്രീരംഗൻ തുള്ളലിനെ പറ്റി